ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്നൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്കൊക്കെ എപ്പോഴും പൊരിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ശീലിക്കണേലാണ് നല്ലത്. ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറൊരു സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല, നമുക്ക് ചോറ് മുഴുവനായിട്ട് തിന്ന് തീർക്കാം കേട്ടോ. നല്ല ഉപ്പും പുളിയും ഒക്കെ ഉള്ള നല്ല ഫ്ലേവറുള്ള ഒരു ടൈപ്പ് കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വാചകം അടിക്കാണ്ട് നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോയാലോ. നമ്മൾ ഒരു 2 കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പച്ചക്കറിയാണ് കേട്ടോ കോളിഫ്ലവർ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ കോളിഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അപ്പോൾ പ്രശ്നം വരുന്നത് അതിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് കുറവായിട്ട് തോന്നും. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയാൽ എത്ര കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്ത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു റെസിപ്പി മാത്രം മതിയാവും നമുക്ക് ചോറ് മുഴുവനായിട്ട് കഴിക്കാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിൽ പുഴു ഉണ്ടോ എന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കൂടി ഇട്ട് കഴുകണം കേട്ടോ. കാരണം അതിൻ്റെ എവിടെയാണ് അയക്കുള്ളത്, അതേപോലെ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഊറ്റിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിതൊരു പാനിലേക്ക് എടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പിഞ്ച് പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇനി കോളിഫ്ലവറിലൊന്നും വെള്ളം വരില്ല, കാരണം ഇതങ്ങനെ ഒരു വെജിറ്റബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായാലും അതിൻ്റെ സപ്പോർട്ടേഴ്സിന് കുറച്ചുകൂടി വെള്ളം വന്നോളും. നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കോളിഫ്ലവർ ഇങ്ങനെ സെപ്പറേറ്റ് കുക്ക് ചെയ്യണം അത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിങ്ങനെ ഉള്ളിൻ്റെയും തക്കാളിൻ്റെയൊക്കെ കൂടെയാണ് കുക്ക് ചെയ്യുക. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഓവറായിട്ട് വന്നിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഫ്ലേവർ അതിന് മിസ്സാവും. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ ഈ വല്ലാണ്ട് ആ ഉള്ളിയിലും തക്കാളിയിലൊന്നും ഇട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കി കൊടുത്ത് പീസ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അതവിടെ വെച്ചിട്ട് അതിലേക്കുള്ള ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. നമ്മൾ ഗരം മസാലയ്ക്ക് പകരം ഒരു 2 പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇങ്ങനെ ഒന്ന് കുത്തിയിടുകയാണ് കേട്ടോ ചെയ്യണത്. കുറേ ഗരം മസാല ഇട്ട് ആ ഒരു ഫ്ലേവർ കിട്ടണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. ആ ഒരു ഫ്ലേവർ വേറെ തന്നെയല്ലേ. അപ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഏലക്കായും പട്ടയും ഗ്രാമ്പും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 4 വലിയുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൂടായിട്ട് മൂത്ത് വന്നിട്ടുള്ള നമ്മളെ വെളുത്തുള്ളിയുടെ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും എണ്ണ ആയിട്ടൊന്നും വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് വഴണ്ടി വരാനായിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് വയലാനും വേണ്ടിയിട്ടാവാണ്, കാരണം ഉച്ചക്കൊക്കെയുള്ളതായിരുന്നു. ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കോളിഫ്ലവർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ ഞാൻ 2 അടുപ്പിലായിട്ട് ഒരു ഭാഗത്ത് കോളിഫ്ലവർ കുക്ക് ചെയ്യാനും വെച്ചു, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വഴറ്റാനുമായിട്ട് ഇട്ടേക്കാണ് കേട്ടോ. നമ്മളിത് ഓവറായിട്ട് വഴണ്ട് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഒരു തെളിഞ്ഞ് കാണുന്ന രൂപത്തിലൊക്കെ ആ ഉള്ളിയായി കിട്ടിയാൽ മതി. അല്ലാണ്ട് ബ്രൗൺ കളറാവുന്നത് വരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഉള്ളി ഒന്ന് കുക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പുളിക്കായിട്ട് വെറും തക്കാളി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 പഴുത്ത തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ കട്ടിയില്ലാണ്ട് അരിഞ്ഞിട്ട് അത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ 2 സംഭവങ്ങൾ കൂടി ഒന്നാണ്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ആകെ ഇടുന്നത്. കാരണം ഇതൊരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഇതൊക്കെ ഇട്ടാൽ നന്നായിട്ട് കുത്തുന്ന ഒരു ഫ്ലേവർ വരും. അത് സ്കിപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഒരിത്തിരി ഇട്ടാൽ മതി. എന്നാൽ ഇടാഞ്ഞാൽ അതതിൻ്റെ ഒരു പ്ലെയിൻ ഫ്ലേവർ വരികയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നമ്മൾ തക്കാളിയും മസാലകളൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇനി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി കോളിഫ്ലവർ കുക്ക് ചെയ്തപ്പോൾ ഇട്ടതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ്. എരിവ് ഓൾറെഡി ആ ഒരു ടീസ്പൂൺ മുളക് പൊടിക്ക് ഉണ്ടാവും. വെജിറ്റബിൾ ആണ് ചെയ്യുന്നത്, അത്യാവശ്യം എരിവുള്ളൊരു മുളക് പൊടിയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് നമ്മൾ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പെരുംജീരകത്തിൻ്റെയും ആ നമ്മൾ കുത്തിയിട്ട് വെച്ചിട്ടുള്ള
ഏലക്ക ഗ്രാമ്പു അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് മെയിനായിട്ടൊരു ചിക്കൻ ഫ്ലേവറൊക്കെ കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ചിക്കൻ മസാല ഒന്നും ആഡ് ആക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉള്ളിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള എരിവ് കണ്ടാണ് കേട്ടോ നമ്മൾ അത്ര ഇട്ടത്. ഓൾറെഡി കോളിഫ്ലവർക്കുള്ളത് നമ്മൾ ആ മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ. പാകത്തിന് ഉപ്പ് കൂടി ആക്കിയ ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഓവർ ആവാൻ ഒരിക്കലും പാടില്ല. വീണ്ടും വീണ്ടും പറയാണ്, പച്ചക്കറി തന്നെ ആയതുകൊണ്ട് കുത്തൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ലീഫ് എടുത്തിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ച് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു 2 മിനിറ്റോളം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു മസാലയും കോളിഫ്ലവറും തമ്മിലൊരു ബോണ്ട് ഉണ്ടാകുന്നത് വരെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കണം. ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ഫ്ലേവർ കോളിഫ്ലവറിലേക്ക് വരുന്നത് വരെ നമ്മളൊന്നിങ്ങനെ കുക്ക് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് കുറേ കുക്കാവാനൊന്നും ഇല്ല. ഇനി ഇതൊക്കെ ഓൾറെഡി വെന്ത സാധനങ്ങളായതുകൊണ്ട് തന്നെ ഒന്ന് മിക്സിങ് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്ത് വേവിച്ച ശേഷം നമ്മുടെ അടിപൊളി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വീട്ടിലത്തെ ഇഷ്ടമായെന്നും മാത്രമല്ല രാത്രിക്ക് കൂടി ഉണ്ടാക്കിയതായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ തീർന്നു പോയിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലഞ്ചിലേക്ക് മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിലേക്കും ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാനും അതേപോലെ തന്നെ ഡിന്നറിലേക്കൊക്കെ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയല്ല കോളിഫ്ലവർ വെക്കുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ സാധ്യതയുള്ളൂ. അത്രയ്ക്കും അടിപൊളിയാണ്. ടേസ്റ്റ് വൈസ് നമുക്ക് റൈസ് കഴിക്കാനൊന്നും വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. റൈസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെയും ബാക്കി എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഒരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈഡേ റെസിപ്പി. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുന്നവരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണേ. അതേപോലെ ചെയ്ത് നോക്കാത്തവർ ഷുവറായിട്ടും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക് കൂടി കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണേ. നമുക്ക് എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചേഞ്ചൊക്കെ ആവാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി പുതുപുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.